ഞാനിപ്പോൾ ഈ അടുത്തൊരു റീലിൽ കണ്ടേ, അതായത് നമ്മളുടെ വീട്ടിലുള്ള ഹോം സാധനങ്ങളൊക്കെ വെച്ചിട്ട്, ഹോംലി സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളുടെ മുഖത്ത് വാരി തേക്കില്ല, നമ്മൾ ഒരുപാട് പൊടികൾ ഈ പറഞ്ഞ പോലെ തൈര് തേക്കും, മുൾട്ടാണി മിൾട്ടി തേക്കും. ഇതൊക്കെ ആക്ച്വലി നമ്മളുടെ സ്കിന്നിന് ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ടോ, ഇത്തരം തൈരും പൊടികളും ഒക്കെ? ഇപ്പൊ പലരും വരുന്നുണ്ട് തൈര് തേച്ചിട്ടും ഈ മഞ്ഞൾപ്പൊടി തേച്ചിട്ടൊക്കെ അലർജിക് ആയിട്ടുള്ളവർ വരുന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെ പലർക്കും അലർജിയാണ്, അത് അവരെ അറിയുന്ന പോലും ഇല്ല. പിന്നെ ഇതിന്റെയൊക്കെ കോണ്ടാക്ട് പീരീഡ് കോണ്ടാക്ട് ടൈം വളരെ കുറവാണ്. അപ്പൊ അതിനുണ്ടാക്കാൻ പറ്റുന്ന ചേഞ്ചസും വളരെ കുറവാണ്. ഒരു വലിയൊരു മാറ്റമൊന്നും നമ്മളുടെ സ്കിന്നിൽ ഈ പൊടികളും ഒന്നും ഉണ്ടാക്കില്ല. ഇല്ല, വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. അങ്ങനത്തെ ചെറിയൊരു കോണ്ടാക്ട് പീരീഡിലുള്ള സബ്സ്റ്റൻസ് കൊണ്ട് വലിയൊരു മാറ്റം പ്രതീക്ഷിക്കരുത്. പെട്ടെന്ന് ഈ നമ്മൾ പുറത്ത് പോയിട്ട് ഇപ്പോൾ സ്പെഷ്യലി സമ്മറൊക്കെ ആണുള്ള എല്ലാവരും റെക്കമെൻഡ് ചെയ്ത് ഞാൻ പണ്ട് തൊട്ടേ കേൾക്കുന്ന കാര്യമാണ്, ഈ തൈരിൽ മഞ്ഞപ്പൊടി ഇട്ട് ഇച്ചിരി കാപ്പിപ്പൊടി ഇട്ട് നമ്മളുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടാൻ മാറാൻ ഒരുപാട് സഹായിക്കുന്നു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ, അല്ലെങ്കിൽ അത് ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കുമോ? പുറത്തെ സ്കിന്ന് കുറച്ച് ഇളകി പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം എന്നല്ലാതെ അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താനുള്ള ഒരു കഴിവ് അതിനില്ല. ഓക്കെ. പിന്നെ അലർജിക്ക് ആവാതെ ശ്രദ്ധിക്കണം, അതാണ് മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം. നമ്മളൊക്കെ രാവിലെ തൊട്ട് രാത്രി വരെ ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമ്മളുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന ആളുകളല്ലേ. ഇപ്പോൾ രാവിലെ ഒരു സെറം യൂസ് ചെയ്യും, അതിൻ്റെ മേലെ മോയ്സ്ചറൈസർ, തന്നെ അതിൻ്റെ മേലെ സൺസ്ക്രീൻ, അതിൻ്റെ മേലെ ക്രീം, ഇങ്ങനെ കുറേ ഒരു ഡസൺ കണക്കിന് സാധനങ്ങൾ നമ്മളുടെ സ്കിൻ ലെയറിങ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളെ എനിക്ക് പേഴ്സണലി അറിയാം. ഇങ്ങനെ ഒത്തിരി സ്കിന്നിൽ ഇങ്ങനെ ലെയറിങ് ചെയ്യുന്ന സമയത്ത്, ഇത്രയധികം പ്രൊഡക്ട്സ് വരുന്ന സമയത്ത് നമ്മളുടെ സ്കിന്നിനെ ശ്വസിക്കാൻ പറ്റുമോ? ഇതൊരു ബാധ്യതയാവില്ലേ നമ്മളുടെ സ്കിന്നിന്? അതെ, ഒരുപാട് ലെയർ ചെയ്യാതിരിക്കുന്നതാണ് സ്കിന്നിന് നല്ലത്. ആക്ച്വലി മിനിമൽ ആയിട്ട് ഉള്ള റുട്ടീൻസ് ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. അതായത് റിലീജിയസ്ലി നമുക്ക് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യാൻ പറ്റുന്ന റുട്ടീൻസ് കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. മിനിമലി ആയിട്ട് നമുക്ക് പറയുമ്പോൾ ഒരു ഫേസ് വാഷ്, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് സ്കിന്നിന് സൂട്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം. അത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യേണ്ട ആവശ്യമായിട്ടുള്ള കാര്യം. ഇപ്പൊ ചില ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടല്ലേ, ഓരോ സീസണിൽ അവർ ഓരോ പ്രൊഡക്റ്റ് ബ്രാൻഡ് മാറി മാറി ഉപയോഗിക്കുന്നത്. അതായത് വിന്റർ സീസണിലാണെങ്കിൽ അവർ ഇന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യും, സമ്മർ സീസണിലേക്ക് ഇങ്ങനെ സീസൺ അനുസരിച്ചിട്ട് നമ്മളിങ്ങനെ പ്രൊഡക്ട്സ് ഇങ്ങനെ വേരി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും ആക്ച്വലി ഉണ്ട്. സീസണൽ ചേഞ്ചസ് അനുസരിച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് വേരി ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ എൻവയൺമെന്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇപ്പൊ മോയ്സ്ചറൈസർ തന്നെ എടുക്കാം. നമുക്ക് മോയ്സ്ചറൈസർ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് വിന്റർ സീസണിൽ കുറച്ചുകൂടെ കട്ടിയുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം, കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അതേ സാധനം സമ്മറിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സമ്മർ സീസണിൽ അങ്ങനത്തെ മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ ചിലപ്പം ആക്നെ വരാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഓരോ സീസണിനനുസരിച്ചിട്ട് വ്യത്യാസം വരുത്തണം എന്നുള്ളത് കറക്റ്റ് ആണത്. അതില് ഇപ്പൊ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെ തന്നെ വേണം. ശരിയാണ്. അപ്പൊ നമ്മൾ അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് തന്നെയുണ്ട് ഓരോ സീസണിലും. ശരിയാണ്, അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇതിപ്പോ നമ്മള് ഈ ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ പണ്ട് അങ്ങനെ ഒരു ബ്രാൻഡ് ഫെയർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കാണിച്ചിരുന്നത്. പക്ഷെ ഇപ്പം അത് ഫെയർ ആൻഡ് ഗ്ലോ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മളെ മാർക്കിൽ എന്തോരം ഫെയർനെസ് ക്രീമുകളുണ്ട് അല്ലേ. വെളുക്കാൻ വേണ്ടിയിട്ട് ക്രീമുകൾ തേക്കുന്ന ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടായിരിക്കും. അതിൽ ഈ പറഞ്ഞ ഗ്ലൂട്ടത്താൻ കണ്ടൻസ് ഉള്ള ക്രീമുകളായിരിക്കും കൂടുതൽ നമ്മളുടെ കയ്യിലേക്ക് വരും. ഇത്രയും ഗ്ലൂട്ടത്താൻ കണ്ടൻസ് ഉള്ള ഫെയർനെസ് ക്രീംസ് യൂസ് ചെയ്യുന്നത് വഴി എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവും? അല്ലെങ്കിൽ ഇത്തരം ക്രീമുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, എസ്പെഷ്യലി ഫെയർനെസ് ക്രീംസ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ്. ഒന്നാമത് ഫെയർനെസ്സിലേക്കല്ല നമ്മൾ പോവേണ്ടത്, നമ്മൾ സ്കിന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ഫെയർനെസ് അല്ല ലക്ഷ്യം, ഹെൽത്തി ആയിട്ട് ഇരിക്കാനാണ്, സ്കിന്ന് ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യുന്നതാണ് ലക്ഷ്യം മെയിൻലി. പ്രത്യേകിച്ച് ഇപ്പം ഗ്ലൂട്ടാത്തയോണിന്റെ പിന്നാലെയാണ് എല്ലാവരും. അത് IV ആവട്ടെ ക്രീംസ് ആവട്ടെ എല്ലാം ഗ്ലൂട്ടാത്തയോണിന്റെ പിന്നാലെയാണ്. ഈ ഗ്ലൂട്ടാത്തയോൺ എന്ത് ക്രീംസ് ആയാലും അതിനൊരു കോണ്ടാക്ട് പീരീഡ് ഉണ്ട്. ആ ഒരു കോണ്ടാക്ട് പീരീഡേ അതിനുള്ള ആക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പം ഗ്ലൂട്ടാത്തയോൺ ആണെങ്കിൽ തന്നെ നമ്മൾ ഓറലി എടുത്താൽ പോലും ഒരു മിനിമൽ അബ്സോർപ്ഷനേ അതിൽ സംഭവിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ IV ആയിട്ട് എടുത്താലേ അതിന്റെ ഒരു അബ്സോർപ്ഷൻ തന്നെ കിട്ടുന്നുള്ളൂ. അപ്പൊ ഏത് ക്രീം യൂസ് ചെയ്താലും നമുക്കൊരു മിനിമൽ കോണ്ടാക്ട് പീരീഡ് ടൈമേ കൊടുക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് അതിന്റെ ഒരു റിസൾട്ടും അത്രേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അല്ല, ഈ ക്രീമൊക്കെ എന്ന് നമ്മൾ നിർത്തുന്നു അന്ന് അതിന്റെ എഫക്ട്. പണ്ട് നമ്മൾ ഒരു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് 6 പാക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി വഴി വേണമെങ്കിൽ നിങ്ങൾക്ക് 6 പാക്ക് ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ നമ്മളുടെ നിലവിലെ സയൻസ് വെച്ചിട്ട് ഇവിടെ ഉണ്ട്. സർജറി ഒന്നും ഇല്ലാതെ തന്നെ നമുക്കപ്പോൾ ഫാറ്റ് റിമൂവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടോ? സർജറി ഇല്ലാതെ നോൺ സർജിക്കലി കുറേ മെത്തേഡ്സ് ഉണ്ട് ഫാറ്റ് റിമൂവലിന് വേണ്ടിയിട്ട്. അത് നമുക്ക് വേണമെങ്കിൽ ചൂട് വെച്ചിട്ട് റിമൂവ് ചെയ്യാം, കൂൾ ടെമ്പറേച്ചർ വെച്ചിട്ട് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ലേസർ വഴി റിമൂവ് ചെയ്യാം ഫാറ്റ്. അതുമല്ല റെഡ് ലൈറ്റ് വെച്ച് റിമൂവ് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്, അൾട്രാസൗണ്ട് വെച്ചിട്ട് റിമൂവ് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട് ഫാറ്റ് റിമൂവൽ, സർജിക്കലി ഓപ്ഷൻ അല്ലാതെ നോൺ ഇൻവേസീവ് ആയിട്ട്.
എന്തൊക്കെയാ അത് ഇപ്പോൾ ഓരോ നമുക്ക് കോൾഡ് ടെമ്പറേച്ചർ വെച്ചിട്ട് റിമൂവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൂൾ സ്കൾപ്റ്റിംഗ് അഥവാ ക്രയോലിപ്പോലൈസിസ് എന്ന് പറയും. ഓക്കെ. അതാണ് കോൾഡ് ടെമ്പറേച്ചർ വെച്ചിട്ട് ഫാറ്റ് ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ ഫാറ്റ് റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ് കൂൾ സ്കൾപ്റ്റിംഗ് അല്ലെങ്കിൽ ക്രയോലിപ്പോലൈസിസ് എന്ന് പറയും. പിന്നെ നമുക്ക് HIMT എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്, ഹൈ ഇന്റൻസിറ്റി ഇലക്ട്രോ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ മസിൽ കൺട്രാക്ഷൻ വരുത്തും. മസിൽ കൺട്രാക്ഷൻ വരുത്തിയിട്ട് മസിൽ ബിൽഡിംഗ് ആണ് അതിൽ നടത്തുന്നത്. മസിൽ ബിൽഡിങ്ങും ഫാറ്റ് റിമൂവലും ഒരുമിച്ച് നടത്തുന്ന ഒരു മെത്തേഡാണ് HIMT എന്ന് പറഞ്ഞ മെത്തേഡ്. അപ്പം നമുക്ക് ഫാറ്റ് റിമൂവലിന് ഇപ്പോൾ സർജിക്കലി തന്നെ വേണമെന്നില്ല ആ 6 പാക്ക് ബിൽഡ് ചെയ്യാൻ. ഇപ്പോൾ HIMT പോലെ നോൺ സർജിക്കൽ മെത്തേഡ്സും കൂടെ ഉണ്ട് നമുക്ക് 6 പാക്ക് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കൂൾ സ്കൾപ്പിങ്ങിലും അല്ലെങ്കിൽ HIMTയിലൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? മിനിമൽ സൈഡ് എഫക്ട്സ് വരാം, ചെറിയൊരു സ്വെല്ലിംഗ് വരാം, ചെറിയ റെഡ്നെസ് വരാം. അതല്ലാതെ വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ട്രീറ്റ്മെന്റ് സർജിക്കൽ അല്ലാത്തത് കൊണ്ട് തന്നെ. ഇത് ആർക്കൊക്കെ എടുക്കാൻ പറ്റുക? എന്തെങ്കിലും ഏജ് ക്രൈറ്റീരിയ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ ഉള്ള ആളുകൾക്ക് എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുണ്ടോ? ഇപ്പൊ കൂൾ സ്കൾപ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് ക്രയോലിപ്പോലൈസിസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു ഇഞ്ച് ഓഫ് ഫാറ്റ് ആണെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് അതിനെ ആ ഫാറ്റിനെ ഫ്രീസ് ചെയ്യാൻ നമുക്ക് സക്ഷൻ വഴി വാക്യൂം വെച്ചിട്ട് എടുത്തിട്ടാണ് അതിനെ ഫാറ്റിനെ ഫ്രീസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു ഇഞ്ച് ഓഫ് ഫാറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ കൂൾ സ്കൾപ്റ്റിംഗ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ട്രീറ്റ്മെന്റ്. അതില്ല എങ്കിൽ നമുക്ക് HIMT ട്രീറ്റ്മെന്റ് ഉണ്ട് ഓപ്ഷൻ. അപ്പം ആ പേഴ്സൺ ടു പേഴ്സൺ വേരിയേഷൻസ് ഉണ്ട്, ഏത് ട്രീറ്റ്മെന്റാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു പേഴ്സണിന് പറ്റിയ ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല കൂൾ സ്കൾപ്റ്റിംഗ്. ഇപ്പോൾ ഒരാൾക്ക് പറ്റുമെങ്കിൽ മറ്റേ ആൾക്ക് ചിലപ്പോൾ HIMT ആയിരിക്കും പറ്റും. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക ഇയാൾക്ക് ഇതാ നന്നാവാന്ന്? അപ്പം ഇപ്പൊ ഏതൊക്കെ ഏരിയാസിലാണ്, ഫോർ എക്സാമ്പിൾ ഏതൊക്കെ ഏരിയാസിലാണ് ഫാറ്റ് ഡെപ്പോസിഷൻ ഉള്ളതെന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് ഡബിൾ ചിൻ ആണുള്ളത്, ഇപ്പൊ ഈ ഏരിയയിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ കൂൾ സ്കൾപ്റ്റിംഗ് ആണ്. അതായത് നമുക്ക് കുറച്ച് ഏരിയാസിലുള്ള ഫാറ്റ് നമുക്ക് അവിടെ എടുത്തിട്ട് ആപ്ലിക്കേറ്ററിൽ വെച്ചിട്ട് നമുക്ക് ഫാറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. അതല്ല കുറച്ചുകൂടെ മസിൽ ബിൽഡിംഗ് ഒക്കെ വേണ്ട ആളാണ്, ചെറിയൊരു വയറൊക്കെ ഉള്ളതെങ്കിൽ നമുക്ക് HIMTയിലേക്ക് പോവാം. അപ്പൊ നമ്മളുടെ ബോഡിയിലുള്ള എല്ലാ പാർട്ടിലെയും ഫാറ്റ് നമുക്കപ്പോ കളയാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിലെ ഫാറ്റ് നമുക്ക് കളയാൻ പറ്റുക? ഇത് നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഫാറ്റ് റിമൂവൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചിൻ ഏരിയയിലെ ഫാറ്റ്, ഡബിൾ ചിൻ ഏരിയയിലെ ഫാറ്റ്, അബ്ഡോമനിലെ ഫാറ്റ്, ആംസിലെ ഫാറ്റ്, തൈസിലെ ഫാറ്റ്, ബട്ടക്സിലെ ഫാറ്റ്, ഇതൊക്കെയാണ് ഇതിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ്. ഓക്കെ. അപ്പൊ ഇതിന്റെ എഫക്ട് എത്ര നാളാണ് നിലനിൽക്കുക? ഇതൊരു പെർമനന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെയും നമ്മൾ കുറെ കാലം കഴിയുമ്പോൾ പിന്നെയും എടുക്കേണ്ടി ഒരു ട്രീറ്റ്മെന്റ്? ആക്ച്വലി പോയ ഫാറ്റ് ഒരിക്കലും തിരിച്ചു വരില്ല അൺലെസ് യു ഗെയിൻ ദ വെയിറ്റ്. അതായത് നമ്മൾ തിരിച്ച് വെയിറ്റ് ഗെയിൻ ഉണ്ടായാൽ മാത്രമേ ഫാറ്റ് പുതിയത് വരുള്ളൂ. മറ്റേത് ഓൾറെഡി അത് പോയി, ആ ഫാറ്റ് പോയി. അപ്പൊ അത് പിന്നെ തിരിച്ചു വരില്ല. അപ്പൊ അത് ആക്ച്വലി ഒരു പെർമനന്റ് ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാതെ സൂക്ഷിക്കണം. ഓക്കെ. ഈ കൂൾ സ്കൾപ്പിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? അതായത് എക്സസൈസ് ആണെങ്കിലും, അല്ലെങ്കിൽ അധികം ദേഹാനങ്ങിയിട്ടുള്ള പരിപാടികളോ, അല്ലെങ്കിൽ ഫുഡ് റെസ്ട്രിക്ഷൻസോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയാറുണ്ടോ? അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഡയറ്റും വർക്കൗട്ട്സും ഒക്കെ കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ ആ ഒരു റിസൾട്ട് കംപ്ലീറ്റ്ലി ഉണ്ടാവുള്ളൂ. അതല്ല പിന്നെയും നമ്മൾ വെയിറ്റ് ഗെയിനിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവില്ല. പിന്നെയും ഫാറ്റ് ഗെയിൻ ഉണ്ടാവും. ഈ ലൈപ്പോസെക്ഷനും അപ്പോൾ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ലൈപ്പോസെക്ഷൻ സർജിക്കൽ മെത്തേഡാണ്, ഇതൊക്കെ നോൺ സർജിക്കൽ മെത്തേഡാണ്. ലൈപ്പോസെക്ഷൻ ആണോ കൂടുതൽ എക്സ്പെൻസ് ആവുക, ഇത്തരം നോൺ സർജിക്കൽ പ്രൊസീജിയേഴ്സിനാണോ കൂടുതൽ എക്സ്പെൻസ്? അത് ഡെഫിനറ്റ്ലി സർജിക്കൽ പ്രൊസീജിയേഴ്സിനായിരിക്കും എക്സ്പെൻസ് കൂടുതൽ ഉണ്ടാവുക. ഇത് കമ്പാരിറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് പ്രൊസീജിയേഴ്സ് ആണ്. കൂൾ സ്കൾപ്റ്റിംഗ് ആയാലും HIMT ആണെങ്കിലും നമുക്ക് കൂടുതൽ സെഷൻസ് ചെയ്താൽ കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും പേഷ്യൻസിന്. ഓക്കെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പം എന്താ എല്ലാവരും ഈ നോൺ സർജിക്കൽ സാധനത്തിലേക്ക് പോകാതെ സർജിക്കലിലേക്ക് പോകേണ്ട കാര്യം എന്താ? അതെപ്പോഴാണ് ലൈപ്പോസെക്ഷൻ? അപ്പോൾ എല്ലാവർക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോൺ സർജിക്കൽ ഓപ്റ്റ് ചെയ്താൽ മതിയല്ലോ. വളരെ കൂടുതലായിട്ടുള്ള ഫാറ്റ് ഉണ്ട്, ഇതിലൊന്നും കുറയാത്ത തരത്തിലുള്ള ഫാറ്റ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ലൈപ്പോസെക്ഷനിലേക്ക് പോകേണ്ടി വരും. വളരെ കൂടുതൽ BMI ഉള്ളവരൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ലൈപ്പോസെക്ഷനിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ഒരു മാസീവ് ഫാറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ഫാറ്റ് ലോസ് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിലാണ് നമ്മൾ ആദ്യം തന്നെ ലൈപ്പോസെക്ഷനിലേക്കും സർജറിയിലേക്കും ഒക്കെ പോകേണ്ടത്. അതല്ല എങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് അവൈലബിൾ ആയിട്ട്. കൂൾ സ്കൾപ്റ്റിംഗ് അല്ലെങ്കിൽ HIMT പോലത്തെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട്. ഇപ്പൊ ലൈപ്പോസെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റെസ്റ്റിംഗ് ടൈം വേണ്ടി വരുമോ? സർജിക്കൽ ഓപ്ഷൻസ് ആണെങ്കിൽ റെസ്റ്റിംഗ് ടൈം എന്തായാലും വേണ്ടി വരും. അതുപോലെ ഇതിന് അത്ര റെസ്റ്റിംഗ് ടൈം ഇല്ല, ഡൗൺ ടൈം ഇല്ല. കൂൾ സ്കൾപ്റ്റിംഗിനും HIMTing ഒന്നും ഡൗൺ ടൈം ഒന്നും ഇല്ല. അപ്പം അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ. ആണോ? ഇപ്പോൾ ആൾക്കാർ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുന്നത് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്സിനാണ്. ഇപ്പോൾ കൂൾ സ്കൾപ്റ്റിംഗ് പോലെ അല്ലെങ്കിൽ HIMT പോലത്തെ ട്രീറ്റ്മെന്റ്സ് ആണോ കൂടുതൽ ആൾക്കാർ വരുന്നത്? അതെ അതെ.
ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് മെയിൻലി കൂൾ സ്കൾപ്റ്റിങ്ങും HMT പോലത്തെ ട്രീറ്റ്മെന്റ് ആണ് മെയിൻലി ആൾക്കാർ വരുന്നത്. അത് പെട്ടെന്ന് ഒരു ഡേ കെയർ പ്രൊസീജിയർ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 30 to 45 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയേഴ്സ് ആണ് ഈ HMT ആണെങ്കിലും കൂൾ സ്കൾപ്റ്റിംഗ് ആണെങ്കിലും. അപ്പൊ അത് കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഈ കൂൾ സ്കൾപ്പിങ്ങിന്റെയും അല്ലെങ്കിൽ HMTയുടെ ഒക്കെ കേരളം പോലുള്ള സ്ഥലത്ത് അതിന്റെ ഒരു എക്സ്പെൻസ് എങ്ങനെയാ വരുന്നത്? സർജറി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവ് എക്സ്പെൻസ് ഈ കൂൾ സ്കൾപ്റ്റിങ്ങിനും HMTക്കും ഒക്കെ ഉള്ളൂ. അപ്പം ഒരു ലേമാനിന് എടുക്കാൻ പറ്റുന്ന ഒരു എക്സ്പെൻസ് മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ നടിമാരടക്കം നമ്മൾ മോഡൽസ് ആയിട്ടുള്ള ആമ്പിള്ളേരടക്കം എല്ലാവർക്കും ഭയങ്കര ഒബ്സഷൻ ഉണ്ടായിരിക്കും ഈ പറഞ്ഞ പോലെ ജോ ലൈൻ, അതുപോലെ തന്നെ ഇവിടുത്തെ ഫേസ് ഫാറ്റ് കളയുക, കുറച്ചും കൂടെ ഫേസ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക എന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക്, അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാ? ആക്ച്വലി സർജിക്കലി അല്ലാതെ നമുക്ക് ഫേസിലെ ഫാറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഹൈഫു എന്ന് പറയും. അത് ഹൈ ഇന്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് ആണ്. അതിൽ അൾട്രാസൗണ്ട് വെച്ചിട്ട് നമ്മളെ കൊളാജൻ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫേസ് ലിഫ്റ്റ് കിട്ടുന്ന ഒരു പ്രൊസീജിയറാണ് ഹൈഫു എന്ന് പറയുന്നത്. ഇതിനും ഡൗൺ ടൈം വളരെ കുറവാണ് ആൻഡ് മൈൽഡ് പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് തന്നെ നമ്മൾ നമ്പിങ് ക്രീം ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതും ബെയറബിൾ ആയി കിട്ടും നമുക്ക്. ഓക്കെ. അതിപ്പോ നമ്മളുടെ ഈ നെറ്റിയിൽ ഉണ്ടാകുന്ന ചുളിവുകളില്ലേ, ആ ചുളിവുകൾ മാറ്റണം. അപ്പൊ എന്ത് ട്രീറ്റ്മെന്റ് ഓപ്റ്റ് ചെയ്യണം? നെറ്റിയിൽ ഉണ്ടാകുന്ന ചുളിവുകൾക്ക് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നെറ്റി പൊന്തിച്ചിട്ടും നമ്മൾ ഫ്രൗൺ ചെയ്തിട്ടൊക്കെ കിട്ടുന്ന ചുളിവുകളാണ്. അത് പറയുന്നത് ഡൈനാമിക് റിങ്കിൾസ് എന്നാണ്. അതായത് അവിടുത്തെ മസിൽ കൺട്രാക്ട് ചെയ്തിട്ട് ഉണ്ടാകുന്ന റിങ്കിൾസ് ആണ്. അപ്പൊ അതിന് ഏറ്റവും നല്ലത് ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് ആണ്. ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബോട്ടുലിനം ടോക്സിൻ വെച്ച് നമ്മൾ അവിടുത്തെ മസിൽസിനെ പാരലൈസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അത് ഒരു 6 months വരെയൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അത് നമ്മൾ ഇഞ്ചെക്ടബിൾസ് ആണ്, സർജിക്കൽ അല്ല, ഇഞ്ചെക്ടബിൾ ട്രീറ്റ്മെന്റ് ആണ്. ഇഞ്ചെക്ട് ചെയ്യും ബോട്ടോക്സ്. ഒരു 2 to 6 days അതിന്റെ റിസൾട്ട് കിട്ടും. ഒരു 6 months വരെ നമുക്കത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും.